ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഒരു പുത്തൻ അപ്ഡേഷനിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സൂപ്പർ ഡ്യൂപ്പർ ഇൻഫർമേഷനാണ്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കിഡ്ലം വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി എന്ത് ലോണും ആയിക്കോട്ടെ, പേഴ്സണൽ ലോൺ, ക്രെഡിറ്റ് കാർഡ്, കാർ ലോൺ, യൂസ്ഡ് കാർ ലോൺ, അതുപോലെ തന്നെ ബിസിനസ് ലോൺ, ലോൺ അഗേൻസ്റ്റ് പ്രോപ്പർട്ടി, ക്രെഡിറ്റ് കാർഡ്, ബാങ്ക് അക്കൗണ്ട്, എന്തും നമുക്ക് അപ്ലൈ ചെയ്യാം. ഇത് ഒന്നും രണ്ടും ഫിനാൻസ് അല്ല, ഏകദേശം 120ഓളം കേട്ടും കേൾക്കാതെയുമുള്ള ഒരുപാട് ഫിനാൻസ് ഇതിൽ അവൈലബിൾ ആണ്. NBFC അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഒരു കാര്യം, ഇതിൻ്റെ അപ്രൂവൽ റേറ്റ് ഏകദേശം 99.9% തന്നെ പറയാം. നമ്മളിത് അപ്ലൈ ചെയ്യണമെങ്കിൽ ഏറ്റവും, അതായത് ഒരുവിധം സിബിലുള്ള ആൾക്കാർക്ക്, ഒരു 550 എബോ ഉള്ള ആൾക്കാർക്ക് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു ലോൺ നമുക്ക് കിട്ടും. അത്രേ എനിക്കിപ്പോൾ പറയാൻ കഴിയുള്ളൂ. കാരണം അത്ര നല്ലൊരു ഓപ്ഷനാണ്. ഞാൻ ഇന്നലെ ബൈ ചാൻസിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കാണുന്നതാണ് ഈ ഒരു ഓപ്ഷൻ. എനിക്ക് വളരെ നല്ലതായിട്ട് തോന്നി. കാരണം ഈ 120 ബാങ്കിനും പല രീതിയിലുള്ള പോളിസീസാണ്, സറോഗേറ്റ് എന്ന് പറയും. അപ്പോൾ നമുക്കറിയാം പല ബാങ്കിൽ, ഇപ്പോൾ ചില ബാങ്കിൽ സിബിൽ നോക്കുമെങ്കിൽ ചില ബാങ്കിൽ ബാങ്കിങ് ആയിരിക്കും, ചില ബാങ്കിൽ -1 സിബിൽ സ്കോറിൽ തരില്ല എന്നുണ്ടെങ്കിൽ ചില NBFC -1 സിബിൽ സ്കോറിൽ തരും. അതുപോലെ തന്നെ ചില പിൻകോഡിൽ ചില ബാങ്ക് പ്രോസസ്സ് ചെയ്യില്ല, എന്നാൽ എല്ലാ പിൻകോഡിലും പ്രോസസ്സ് ചെയ്യുന്ന ബാങ്കുകൾ, അങ്ങനെ ഒരുപാട് എലിജിബിലിറ്റി ഉണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ പല ആൾക്കാരുടെയും നിങ്ങൾ പേഴ്സണൽ ലോണോ, ക്രെഡിറ്റ് കാർഡോ, യൂസ്ഡ് കാർ ലോണോ, അങ്ങനെ എന്ത് ലോൺ ചെയ്യുമ്പോഴും ചില ഫയൽസുകൾ റിജക്റ്റ് ആവും. അത് പ്രധാനമായുള്ള കാരണങ്ങൾ, ഒന്ന് സിബിലിൻ്റെ ഇഷ്യൂ കൊണ്ട് റിജക്റ്റ് ആവുന്നതുണ്ട്, പിന്നെ നെഗറ്റീവ്, നിങ്ങളുടെ ഏരിയ നെഗറ്റീവ്, അല്ലെങ്കിൽ ബാങ്കിങ് കുറവ്, അതല്ലെങ്കിൽ നിങ്ങളുടെ ഗ്യാരണ്ടറിന് സിബിലില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് എൻക്വയറീസ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്ന ഇഷ്യൂസ് വരുന്നത്, നമ്മളെ ആ ഒരു ഈ ലോൺ റിജക്റ്റ് ആവാനുള്ള കാരണങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ നിങ്ങളുടെ റിജക്ഷൻ ചാൻസ് വളരെ വളരെ കുറവായിരിക്കും. കാരണം ഇത്രയും 120 ബാങ്കിങ് ഉള്ള സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബാങ്കിങ്ങിൽ ഏതെങ്കിലും ഒരു ലോൺ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ ഇത്രയും NBFCയും ബാങ്കും ഉള്ള സമയത്ത് ഒറ്റ വാക്കിൽ പറയാം, ഇവിടെ അപ്ലൈ ചെയ്താൽ ഏതെങ്കിലും ഒരു ലോൺ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. അത് ഇപ്പോൾ ബിസിനസ് ലോൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ITR വെച്ച് കിട്ടുന്നതുണ്ട്, ITR ഇല്ലാതെ കിട്ടുന്നതുണ്ട്, GST വെച്ച് കിട്ടുന്നതുണ്ട്, നിങ്ങളുടെ ബാങ്കിങ് വെച്ച് കിട്ടുന്നതുണ്ട്. ഇതെല്ലാം ഒരു ബാങ്കല്ല, പല ബാങ്കും പല രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്, നേരത്തെ പറഞ്ഞു. പിന്നെ പേഴ്സണൽ ലോൺ ഏറ്റവും കുറഞ്ഞ സാലറി 8 രൂപ മുതൽ മുകളിലോട്ട് ചെയ്യുന്നതുണ്ട്, സാലറി ഇല്ലാതെ ചെയ്യുന്നതുണ്ട്. പിന്നെ കാർ ലോൺ ഇൻകം പ്രൂഫ് വെച്ചുകൊണ്ട് ഇൻകം പ്രൂഫ് ഇല്ലാതെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പല പല ഓപ്ഷൻ, നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒരുപാട് സർവ്വഗേറ്റ് അല്ലെങ്കിൽ ആ ഒരു ക്രൈറ്റീരിയ വെച്ച് ചെയ്യുന്ന ഒരുപാട് ബാങ്കുകൾ ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ നിലവിലുണ്ട്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് അറിയാവുന്ന ബാങ്കുകൾ ഏതൊക്കെയാണ്? ഒരു 90% പേർക്കും SBI, HDFC, ICICI, ആക്സിസ് ബാങ്ക്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, അങ്ങനെ കുറച്ച് ബാങ്കുകൾ അറിയാം. എന്നാൽ ഒരു 100-150 തരത്തിലുള്ള ബാങ്കുകളും NBFCയിലും, അതിൽ കൂടുതൽ ബാങ്കും NBFC നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ പറയാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ലിങ്ക് ക്ലിക്ക് ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക, അതുപോലെ തന്നെ ഇവിടെ ഒരു യൂസർ നെയിം നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. NDF എന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ കണ്ടിന്യൂ ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ഫുൾ നെയിം കൊടുക്കുക, ഫോൺ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക, ഇവിടെ നിങ്ങളുടെ മെയിൽ ID, ഇവിടെ എത്രയാണോ ലോൺ എമൗണ്ട് വേണ്ടത് അത് നിങ്ങളിവിടെ എൻ്റർ ചെയ്യുക. ഇനി നിങ്ങളുടെ ലോൺ ടൈപ്പ്, ഇവിടെ എല്ലാത്തരം ലോണും ഇവിടെ ചെയ്യുന്നതാണ്. ഇവിടെ നോക്കിയാൽ കാണാം, ഹോം ലോൺ, വർക്കിംഗ് ക്യാപിറ്റൽ, ലോൺ അഗെയിൻസ്റ്റ് സെക്യൂരിറ്റീസ്, കാർ ലോൺ, ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി, അൺസെക്യൂർഡ് ഫണ്ടിങ്, ഓട്ടോ ലോൺ, അതർ, ഗോൾഡ് ലോൺ, ലീസ്, റെൻ്റൽ, ഡിസ്കൗണ്ടിങ്, അഗ്രികൾച്ചർ ലോൺ, ഓവർ ഡ്രാഫ്റ്റ്, ക്യാഷ് ക്രെഡിറ്റ്, കൺസ്യൂമർ ലോൺ, എഡ്യൂക്കേഷൻ ലോൺ, ക്രെഡിറ്റ് കാർഡ്, അങ്ങനെ എല്ലാവിധമായ ലോൺസും ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലോൺ ഇതിൽ തീർച്ചയായിട്ടും സുനിശ്ചിതമാണ്. ഓക്കെ, നമുക്കിവിടെ ഓട്ടോ ലോണോ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് താല്പര്യമുള്ളത്, നിങ്ങൾക്ക് ഏത് ലോണാണ് നിങ്ങൾ നോക്കുന്നത് അത് ഇവിടെ ചെയ്യുക. ഓക്കെ, അത് നിങ്ങൾക്ക് ഈസിയാണ് ഇനി ചെയ്യുന്നത്. ഈ ഒരു സ്റ്റെപ്പുകളെല്ലാം വളരെ ഈസിയാണ്. അപ്പോൾ നമുക്കൊരു ഓട്ടോ ലോൺ നോക്കാം. ഞാൻ ഓട്ടോ ലോൺ നോക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഇവിടെ നമ്മളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക, സൈൻ ഇൻ ഓപ്ഷൻ കൊടുക്കുക. വീണ്ടും നിങ്ങൾക്കൊരു OTP ഇവിടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ വരികയും അവരുടെ സെക്യൂരിറ്റി റീസൺസ് ഒക്കെ ഇവിടെ ഇത് കാണിക്കും. യുവർ പാൻ ഡീറ്റെയിൽസ് ആർ സ്റ്റോർഡ് വിത്ത് ഹയസ്റ്റ് ഡിഗ്രി ഓഫ് സെക്യൂരിറ്റി ഓപ്ഷൻ ഇവിടെ കാണിക്കും. ഇനി നിങ്ങളുടെ പാൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഓതൻറ്റിക്കേഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണിക്കും. അപ്പോൾ ഇത് നിങ്ങൾ വായിച്ച് നോക്കിയതിന് ശേഷം ഇത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം കറക്റ്റ് ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ 1 NDF രജിസ്റ്റർ ചെയ്യുന്നത് കാണിക്കും. അതിനുശേഷം നിങ്ങൾ റീഡയറക്റ്റ് ചെയ്യും. ഓക്കെ,
അതിനുശേഷം ഇത് കാർ ലോണിൻ്റെ കേസാണ് കേട്ടോ. ഇനി ന്യൂ ലോൺ ആണ്, അപ്ലൈ ഫോർ എ ന്യൂ ലോൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കാം. റീഫിനാൻസ് ആണെങ്കിൽ റീഫിനാൻസ് ഓപ്ഷൻ കൊടുക്കാം. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഇവിടെ ചെക്ക് ചെയ്യാം. ഇൻ പ്രോഗ്രസ് ലോൺ ആപ്ലിക്കേഷൻ, യുവർ ലോൺ ആപ്ലിക്കേഷൻ വിൽ ബി ഷോൺ ഹെയർ എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ അത് നിങ്ങളുടെ ചെക്ക് എലിജിബിലിറ്റി ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ എന്താ പറയുക എലിജിബിലിറ്റി ചെക്ക് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഇങ്ങനെ വരുന്നത് ഞാൻ കാർ ലോണാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കാർ ലോണിലെ ന്യൂ ലോണാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടോപ്പപ്പ് ആണോ, നിങ്ങളുടെ ഉള്ള ലോണിൻ്റെ മുകളിൽ ടോപ്പപ്പ് ആണോ ചെയ്യുന്നത് ഇവിടെ ചോദിക്കുന്നത്. പേഴ്സണൽ ലോണോ ബിസിനസ് ലോണോ ചെയ്യുമ്പോൾ ഇങ്ങനെ ചോദിക്കില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലോൺ ഏതാണെന്ന് വെച്ചാൽ നിങ്ങളത് അപ്ലൈ ചെയ്യുക. അപ്പോൾ എനിക്ക് റീഫിനാൻസ് മൈ എക്സിസ്റ്റിംഗ് കാർ ലോണാണ് വേണ്ടത്, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡോക്യുമെൻ്റ് ഉള്ളതാണ് ചോദിക്കുന്നത്. പ്ലീസ് ഓതൻറ്റിക്കേറ്റ് യുവർ ഇൻകം ടാക്സ് റിട്ടേൺ, വെരിഫൈ ITR. നമുക്കിത് ബാങ്കിങ് വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ പ്ലീസ് സബ്മിറ്റ് യുവർ ബാങ്കിങ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ റിവ്യൂ. ബാങ്കിങ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത് ഇവിടെ ചെയ്യാം. ഫൈൻഡ് യുവർ ഐഡിയൽ ലോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. ഇവിടെ അപ്ലോഡ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം. ഇവിടെ ഫയൽ കൊടുത്തതിന് ശേഷം നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. ഇങ്ങനെ ഇത് ഞാൻ ഒരു വെറൈറ്റി കാണിച്ചെന്നേ ഉള്ളൂ. ഇങ്ങനെ എല്ലാ വെറൈറ്റീസിലും നിങ്ങൾ ചെയ്യാം. വളരെ സിമ്പിളാണ്. ഞാനിപ്പോൾ കാർ ലോൺ ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത്. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ആയിക്കോട്ടെ, പേഴ്സണൽ ലോൺ ആയിക്കോട്ടെ, ബിസിനസ് ലോൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി, അതുപോലെ തന്നെ ഹൗസിംഗ് ലോണൊക്കെ ഒരുപാട് പേര് അന്വേഷിച്ച് പോകുന്നത് കാണാം. കാരണം ചില ഹൗസിംഗ് ലോണൊക്കെ ഈ വഴിയുടെ ഇത് വെച്ച് ചിലപ്പോൾ 2 മീറ്റർ വഴിയൊന്നും വെച്ച് ചില ബാങ്കുകൾ ചെയ്യില്ല. എന്നാൽ 1 മീറ്റർ വഴി വെച്ച് ചെയ്യുന്ന ബാങ്കുകളുമുണ്ട്. ചിലപ്പോൾ ഇത് എല്ലാ എലിജിബിലിറ്റിയും കൂടെ ഒരു ആപ്പിൽ അല്ലെങ്കിൽ ഒരു NBFCയിൽ അവർ എന്താ പറയുന്നത് ഉൾപ്പെടുത്തിക്കൊണ്ട് വന്നതാണ് ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. വളരെ നല്ല ഓപ്ഷൻ ആയതുകൊണ്ടാണ് ഞാനിത് ചെയ്തത്. നിങ്ങൾ ചെയ്ത് നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.